അഞ്ജന ശങ്കർ ടെലിഫോണിലുണ്ട്. ശ്രീമതി അഞ്ജന ശങ്കർ, ഈ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളാണ് താങ്കൾ. ഇപ്പോഴത്തെ ഒരു സമാധാന ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കം, ഇത് എന്തിനു മുന്നോടിയായിട്ടാണ് എന്നാണ് കണക്കാക്കേണ്ടത്? ഇത് നമുക്ക് രണ്ട് രീതിയിൽ കാണാൻ സാധിക്കും. ഒന്ന്, ഇപ്പൊ കഴിഞ്ഞ വർഷം ജൂണിൽ ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ആണ് ഇസ്രായേല് ഇറാന് നേരെയുള്ള 12-day വാർ തുടങ്ങുന്നതും പിന്നീട് അമേരിക്ക ജോയിൻ ചെയ്യുന്നതും അവരുടെ ന്യൂക്ലിയർ സൈറ്റ്സ് ഡിസ്ട്രോയ് ചെയ്യാൻ B-2B ബോംബേഴ്സ് വഴി അമേരിക്ക ആ യുദ്ധത്തിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ CBS ന്യൂസിന് കൊടുത്ത ഇന്റർവ്യൂവിൽ ഒമാന്റെ വിദേശകാര്യമന്ത്രി ഈ ചർച്ചയ്ക്ക് ഒരു എന്താ പറയുക, ഒരു വെളിച്ചം കാണുന്നുണ്ട് എന്നും നമ്മളൊരു ഡീലിന് കയ്യെത്ത ദൂരത്താണ് മീഡിയ ഇന്റർവ്യൂവിൽ പറഞ്ഞതിന് ശേഷം ചില കാര്യമായിട്ടുള്ള കൺസെഷൻസ് ഇറാൻ നൽകാൻ തയ്യാറാണെന്നും യുറേനിയൻ എൻറിച്ച്മെന്റിന്റെ കാര്യത്തിൽ പറഞ്ഞ് നമുക്കിത് ഡിപ്ലോമസി വഴി ഈ ഒരു സ്റ്റാൻഡ് ഓഫ് അല്ലെങ്കിൽ ഈ ഒരു ക്രൈസിസ് സോൾവ് ചെയ്യാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു കാണുന്നു എന്ന് ഉള്ള പ്രഖ്യാപനം വന്നതിന് ശേഷം അങ്ങനെ ഒരു പ്രത്യാശയുള്ള നടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ നിമിഷങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ നേരിട്ടൊരു അറ്റാക്ക് നടത്തി എന്ന് പറയുന്നത്. ഒരു തരത്തിൽ ഇത് വലിയൊരു എസ്കലേഷൻ നമുക്ക് മുന്നിൽ കാണേണ്ടി വരും. കാരണം ചർച്ച നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഡൗൺ ടൗൺ ടെഹ്റാനിലാണ് യൂണിവേഴ്സിറ്റി സ്ട്രീറ്റിലും അതുപോലെ റിപ്പബ്ലിക് ഏരിയ എന്ന് പറയുന്ന ടെഹ്റാനിലുള്ള ഏരിയയിലുമാണ് ചില മിസൈലുകൾ വന്ന് പതിച്ചിട്ടുണ്ട് എന്നാണ് ഇറാനിന്റെ ന്യൂസ് ഏജൻസിയായ ഫാർസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ ഇത് ദിസ് ഇസ് എ വേ ഔട്ട്, ഒന്നിലെ ഇതൊരു എസ്കലേഷൻ ആയി മാറാം, ഈ ഒരു റീജിയനെ തന്നെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു യുദ്ധമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം മിലിറ്ററി പ്രിപ്പറേഷൻ രണ്ട് സൈഡിലുമുണ്ട്. അമേരിക്ക വലിയ തോതിലുള്ള മിലിറ്ററി ബിൽഡപ്പ് ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ മിലിറ്ററി ബിൽഡപ്പ് കഴിഞ്ഞ ആഴ്ചകളായി വെസ്റ്റ് ഏഷ്യയിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരിച്ചടിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷൻസും ഇറാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു മറ്റൊരു രീതിയിൽ കാണുകയാണെങ്കിൽ അമേരിക്ക അറ്റാക്ക് ചെയ്യാതെ ഇത് ഇസ്രയേലിന്റെ ഒരു ഡയറക്റ്റ് സ്ട്രൈക്കാണ്. സോ ദിസ് മേ ഗിവ് ട്രംപ് എ വേ ഔട്ട്. കാരണം ഇത്രയും അതും മസിൽ ഫ്ലെക്സിംഗ് എല്ലാം ചെയ്ത് ഇറാനിൽ നിന്നും ഒരു കൺസെഷൻ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് ഇനി പിൻവാങ്ങാൻ ഇതൊരു ചെറിയൊരു പഴുതാണെന്നും കൂടി നാം മനസ്സിലാക്കണം. കാരണം ഇറാൻ ഓൾറെഡി ന്യൂക്ലിയർ കൺസെഷൻസ് നൽകാനായി തയ്യാറാണ് എന്ന് ഒമാൻ വഴി പ്രഖ്യാപിക്കുന്നു. ഇസ്രയേലിന്റെ ഈ ഒരു അറ്റാക്കിന് ഇറാൻ ഒരു തിരിച്ചടി നൽകുകയും അതോടുകൂടി ഈ ഒരു വലിയൊരു യുദ്ധകാഹളം പതുക്കെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യാനുമുള്ള ഒരു പഴുതായും നമുക്കിതിനെ കാണാം. ഇതെങ്ങനെ ഹൗ ഇറ്റ് വിൽ പാൻ ഔട്ട് ഇൻ ദ കമ്മിങ് അവേഴ്സ് വിൽ ഹാവ് ടു വെയിറ്റ്. ഇറാന് ശക്തമായ ആ രീതിയിലുള്ള ഒരു തിരിച്ചടിക്ക് ഇപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയപരമായും സൈനികപരമായും സാഹചര്യമുണ്ടോ? കാരണം അവർ ഇത്രയും ആഴ്ചകളായി ഡിപ്ലോമസി ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മിലിറ്ററി ബിൽഡപ്പും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ത്രെറ്റുകളും നടക്കുന്നുണ്ട്. ഇറാൻ പല തവണ ഇറാൻ ലീഡർഷിപ്പ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു മിലിറ്ററി കോൺഫ്രണ്ടേഷന് ഇസ്രായേലോ അമേരിക്കയോ തയ്യാറാവുകയാണെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള മിലിറ്ററി മൈറ്റ് ഉപയോഗിച്ച് അവർ തിരിച്ചടിക്കുമെന്ന്. ഇപ്പോൾ ഇസ്രയേലിലുള്ള പത്രങ്ങളും ന്യൂസ് ഏജൻസികളും നോക്കിയാൽ തന്നെ ഓൾറെഡി തിരിച്ച് ഇറാനിയൻ അറ്റാക്കിനുള്ള സാധ്യതകൾ അവരെ വളരെ ഉയർന്നു കാണുന്നുണ്ട്. കാരണം തീർച്ചയായും ഒരു തിരിച്ചടി ഇറാന്റെ വശത്തു നിന്നും ഉണ്ടാകും. ശരി, വളരെ നന്ദി ശ്രീമതി അഞ്ജന ശങ്കർ പ്രതികരണം അറിയിച്ചതിന്.